സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം വലിയ തോതിൽ ഏറ്റവും കടുത്ത മത്സരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുമ്പോൾ രണ്ട് മുന്നണികളും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത മത്സരമാണ് നടക്കുന്നത് എന്ന തോന്നലുണ്ടാകുമ്പോൾ കേരളം ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കുന്ന 20 മണ്ഡലങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഈ മണ്ഡലങ്ങളിലെ ഫലം ഒരുപക്ഷെ അടുത്ത നിയമസഭയിൽ ഏത് മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടുക എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായേക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 20 മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ഇടതുമുന്നണിയോ ഐക്യജനാധിപത്യ മുന്നണിയോ മത്സരിച്ച് ജയിച്ച മണ്ഡലങ്ങൾ, മറ്റ് ചില കാരണങ്ങളാൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ചില മണ്ഡലങ്ങൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയാലും ഇത്തവണ ഒരു പക്ഷേ പരാജയത്തിൻ്റെ വക്കിലേക്ക് പോയേക്കാം എന്ന് മുന്നണികൾ ഭയക്കുന്ന മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഈ 20 മണ്ഡലങ്ങളിലെ ഫലങ്ങൾ അടുത്ത നിയമസഭയിൽ ആരാവും ഭരണപക്ഷ ബെഞ്ചുകളിൽ ഉണ്ടാവുക എന്ന് തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മണ്ഡലങ്ങളാകും. ഈ മണ്ഡലങ്ങളിൽ ഞങ്ങൾ ആദ്യം എടുക്കുന്നത് തൃത്താലയാണ്. പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വാശിയേറിയ മത്സരം ഗ്രൗണ്ടിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടന്ന മണ്ഡലമാണ് തൃത്താല. ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന MP രാജേഷ് 3016 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം വിജയിച്ചു കയറിയ മണ്ഡലം. കോൺഗ്രസ് നേതാവായ VT ബൽറാം 2011 2016 വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ VT ബൽറാമിനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MP രാജേഷ് പരാജയപ്പെടുത്തിയത്. അങ്ങനെ പരാജയപ്പെടുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു കൗതുകം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ അവസാനിക്കാറാവുന്ന ഘട്ടത്തിൽ മാത്രം ഫലം വന്ന മണ്ഡലമായിരുന്നു. അതുവരെ ഏറ്റവും അവസാന റൗണ്ടിൽ മാത്രമാണ് MP രാജേഷിൻ്റെ വിജയം ഉറപ്പിക്കപ്പെടുന്നത്. അത്രയും ശക്തമായ മത്സരം, വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുള്ള കണക്കുകൾ പുറത്തേക്ക് വന്ന മണ്ഡലമായിരുന്നു തൃത്താല. തൃത്താലയിൽ ഇക്കുറിയും MP രാജേഷും VT ബൽറാമും തന്നെ മത്സരിക്കാനിറങ്ങുന്നു എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണത്തെ മത്സരം വീണ്ടും ആവർത്തിക്കുന്നു. ഇക്കുറിയും ശക്തമായ വാക്പോര് സമൂഹ മാധ്യമങ്ങൾ ഇതിനെ ചൊല്ലി ആരംഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തൃത്താലയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് മണ്ഡലങ്ങളിലേക്ക് ഈ യാത്ര തുടരുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് തൃത്താല? ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മത്സരം നടന്നു. ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച മണ്ഡലം, അതിന് ശേഷം വന്നത് തവനൂരാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവസാനം വന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃത്താല. VT ബൽറാമിന് വലിയ സ്വാധീനം MLA എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കെ തന്നെ MP രാജേഷ് ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇക്കുറി മത്സരം ആവർത്തിക്കാൻ പോകുന്നു. എങ്ങനെയായിരിക്കും ഈ മത്സരം കൂടുതൽ തീവ്രമാകാൻ പോകുന്നു? കഴിഞ്ഞ തവണത്തത് രാജീവ് പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചെറി പിക്ക് എന്ന് പറയാവുന്ന ഒരു മണ്ഡലമായിരുന്നു തൃത്താല. അത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ വോട്ടെടുപ്പ് വരെ അതികഠിനമായ മത്സരം ഗ്രൗണ്ടിലും നടന്നു, അതോടൊപ്പം സാമൂഹിക മാധ്യമങ്ങളിലും ഉണ്ടായി. CPIM-ൻ്റെയും കോൺഗ്രസിൻ്റെയും സൈബർ പോരാളികളുടെ കിന്നരകുമാരന്മാരാണ് രണ്ടുപേരും, രണ്ട് സ്ഥാനാർത്ഥികളും. അതിൻ്റെ പിന്തുണ രണ്ടു പേർക്കും ഉണ്ടായി. അവർക്ക് വേണ്ടി സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പടയാളികൾ അണിനിരന്നു. അവർ തമ്മിലായിരുന്നു മത്സരം. ആ മത്സരത്തിൻ്റെ ചൂട് ഗ്രൗണ്ടിലേക്കും യഥാർത്ഥത്തിൽ മണ്ഡലത്തിലേക്കും പടർന്നു. മണ്ഡലത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണത്തിന് നേതൃത്വം നൽകി. ഒടുവിൽ ആ മത്സരത്തിൽ രാജീവ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രഖ്യാപനത്തിൽ പോലും അനിശ്ചിതത്വമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലേക്ക് മാത്രം റിസൾട്ട് വന്ന മണ്ഡലമായിരുന്നു തൃത്താല. അതിൽ MP രാജേഷ് കഷ്ടിച്ച് കടന്നുകൂടി എന്ന് വേണം പറയാൻ. 3000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. തൃത്താല മണ്ഡലത്തിൻ്റെ ചരിത്രമെടുത്താൽ 1-2 തവണ കോൺഗ്രസ് പാർട്ടി VT ബലറാമിന് മുമ്പും അവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ പരമ്പരാഗതമായി അത് 2008 മുമ്പുള്ള തൃത്താല മണ്ഡലമാണ്. 2008 പുനർനിർണയിക്കപ്പെട്ട തൃത്താല മണ്ഡലത്തിന് മുമ്പ് അവിടെ KK ബാലകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി, MP താമി ജയിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടി. അതേസമയം CPM VK ചന്ദ്രൻ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേയധികം ഇടത് സ്ഥാനാർത്ഥികൾ അവിടെ ആ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ VT ബൽറാം 2 തവണ തുടർച്ചയായി വിജയിക്കുന്നു. ബൽറാമിൻ്റെ ഒരു തട്ടകം എന്ന നിലയിലേക്ക് തൃത്താല മാറുന്നു. ബൽറാമിനെ അവിടെ പരാജയപ്പെടുത്തുക സാധ്യമല്ല എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. അതിനുശേഷമാണ് ഈ ബൽറാമിൻ്റെ തട്ടകം എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ 2011 ബൽറാമോടെ മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം വരുന്നത്. അന്ന് ബൽറാമിനെ അവിടെ നേരിട്ടത് CPIM-ൻ്റെ പാലക്കാട് ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവായ P മമ്മിക്കുട്ടിയായിരുന്നു. ഇപ്പോൾ ഷൊർണൂർ MLA ആയിരിക്കുന്ന P മമ്മിക്കുട്ടിയാണ് അന്ന് VT ബൽറാമിനെ നേരിടുന്നത് 2011. അന്ന് ബൽറാം ജയിക്കുന്നത് ഇതേപോലെ 3197 വോട്ടിന് മാത്രമാണ്
ബൽറാം അന്ന് അവിടെ ജയിക്കുന്നത്. അതേസമയം 2016 എത്തുമ്പോൾ ആ വോട്ട് 2011 വോട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം. 47% വോട്ട് ഷെയറാണ് അന്ന് ബൽറാമിനുണ്ടായത്. 44.75% മമ്മിക്കുട്ടിക്കും. അതായത് BJP സ്ഥാനാർത്ഥിക്ക് വെറും 4.83% വോട്ടേ ഉള്ളൂ. ഹിന്ദു മെജോറിറ്റിയാണ് അവിടെ, അല്ലെങ്കിൽ ഹിന്ദു വോട്ടിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഈ 4.89 എന്നുള്ള 2011 കണക്കാണ്. അതിനുശേഷം അത് ഇരട്ടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും 10% മേലേക്ക് BJP വോട്ട് ഒരു ഘട്ടത്തിലും തൃത്താലയിൽ പോയിട്ടില്ല. ഇതാണ് 3197 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ബൽറാം കടന്നുകൂടി 2011 ആദ്യ മത്സരം. 2016 വരുമ്പോൾ പക്ഷേ ബൽറാമിന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കൂടുന്നുണ്ട്. 10,547 വോട്ടായിട്ട് ബൽറാമിന്റെ വോട്ട് ഭൂരിപക്ഷം കൂടുന്നുണ്ട്. അതായത് സുബൈദ ഇസ്ഹാഖാണ് എതിരായി മത്സരിച്ചത്. അതിൽ വേറൊരു കൗതുകം കൂടിയുണ്ട്. ഇപ്പോൾ 2011 നിന്ന് 2016 എത്തുമ്പോൾ ഈ 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വലിയ ജനരോഷവും ജനവികാരവും ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും തൃത്താല വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ബൽറാം നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ 2016 കാണുന്നത്. ആ കാലത്താണ് ബൽറാം എന്ന രാഷ്ട്രീയ നേതാവ്, ഒരു യുവ നേതാവ് എമേർജ് ചെയ്ത് വന്നത്. യഥാർത്ഥത്തിൽ അന്നത്തെ വോട്ടിൻ്റെ കണക്കും ഏതാണ്ട് ഇത് തന്നെയാണ്. ബൽറാമിന് വോട്ട് ഷെയർ വലിയ വ്യത്യാസമില്ല, 47.16%, അതായത് 66,505 വോട്ട്. സുബൈദ ഇസ്ഹാക്കിന് 55,958 വോട്ട്, 39.68%. അതേസമയം VT രമയാണ് BJPക്ക് വേണ്ടി മത്സരിച്ചത്. വോട്ട് ഷെയർ 10%-ആയി ഉയർന്നു. 4.8 നിന്ന് 10%-ആയി 14,510 വോട്ടാണ് അന്ന് VT രമ BJPക്ക് വേണ്ടി നേടിയത്. അപ്പോൾ ഈ വോട്ട്, ഇതിലെ ഭൂരിപക്ഷമാണ് രാജീവ് പറഞ്ഞത്, 10,547 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി ബൽറാം തൻ്റെ ലീഡ് ഉയർത്തി 2016. ഈ 2016 ശേഷം 2021 വരെയുള്ള കാലയളവിൽ ഈ ബൽറാമിൻ്റെ കാര്യത്തിൽ CPIMന് വലിയ തോതിലുള്ള ഒരു എതിർപ്പും ഒരു വൈരാഗ്യ ബുദ്ധിയോടടുത്ത എതിർപ്പ് VT ബൽറാമിൻ്റെ കാര്യത്തിൽ CPIMന് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കാണണം. അത് VT ബൽറാമിൻ്റെ ചില പ്രസ്താവനകൾ സാമൂഹിക മാധ്യമങ്ങളിലാണ് ആ ഒരു വൈരം നിറഞ്ഞു നിന്നത്. അതിൽ VT ബൽറാമിൻ്റെ ചില പ്രസ്താവനകൾ കാരണമായിട്ട്, ഇപ്പോൾ AKG കുറിച്ചൊക്കെ VT ബൽറാം നടത്തിയ ചില പ്രസ്താവനകളൊക്കെ ഈ വൈരം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2021 എത്തുമ്പോൾ ഈ തൃത്താല മണ്ഡലം എങ്ങനെയും പിടിച്ചെടുക്കണം എന്നുള്ളൊരു നിർബന്ധം. CPIMന്റെ വൈരം വർദ്ധിക്കുക മാത്രമാണോ ചെയ്തത്, അതോ VT ബൽറാം എന്ന നേതാവ് സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും വലിയ തോതിൽ ജനസ്വീകാര്യത ഉണ്ടാക്കുകയും യുവാക്കൾക്കിടയിൽ ഒരു ആവേശമായി മാറുകയും ഒക്കെ ചെയ്തൊരു നേതാവ് സോഷ്യൽ മീഡിയയിലെ ആവേശവും രാഷ്ട്രീയത്തിലെ പക്വതയും രണ്ടാണ് എന്ന് തെളിയിച്ച കാലം കൂടി അതായിരുന്നു എന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ലോക്സഭയിലെ നമ്മുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന, കേരളത്തിൽ ഇപ്പോൾ CPIM പ്രവർത്തകരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോ മാത്രമല്ല, അല്ലാതെ തന്നെ ആദരിക്കപ്പെടുന്ന AKGയെ പോലുള്ള ഒരാളെ സോഷ്യൽ മീഡിയയിലെ തൻ്റെ എഴുത്തുപയോഗിച്ച് ടാർണിഷ് ചെയ്യുന്ന വിധത്തിൽ എഴുതി എന്നത് അദ്ദേഹവും CPIMും തമ്മിലുള്ള വൈരം കൂട്ടുക മാത്രമല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ ബൽറാം അദ്ദേഹത്തിൻ്റെ പക്വതയുടെ കാര്യത്തിൽ സംശയം വന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പുലർത്തേണ്ട പക്വത പുലർത്തിയില്ല എന്ന വിമർശനവും യഥാർത്ഥത്തിൽ അന്ന് വന്നു. ബൽറാം കുറച്ചുകൂടി റിവീൽഡ് ആവുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അതാണ് CPIM പ്രവർത്തകർക്ക് ബൽറാമിനോടുള്ള അതികഠിനമായ വൈരത്തിന് കാരണമായി തീർന്നത്. ആ പ്രചാരണം യഥാർത്ഥത്തിൽ 2021 അവിടെ CPIM പ്രവർത്തകർ കാഴ്ചവെക്കുകയും ചെയ്തു. അതിൽ ഈ എതിരായി മത്സരിക്കാൻ വന്ന MP രാജേഷിൻ്റെ കാര്യത്തിലും ഒരു കൗതുകം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു മുമ്പ് കടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ്, അതായത് MP രാജേഷ് എന്തായാലും ജയിക്കും എന്നുള്ളൊരു ഫീലാണ് പൊതുവിലുണ്ടായിരുന്നത്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠനോട് MP രാജേഷ് ഏതാണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടിട്ടാണ് MP രാജേഷ് തൃത്താലയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് എത്തുന്നത്. അപ്പോൾ രാജേഷിനെ സംബന്ധിച്ചും ഈ ഫൈറ്റ് വളരെ പ്രധാനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം രാജേഷും ഔട്ടായി പോകും എന്ന തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ MP വീരേന്ദ്രകുമാറിനെ പോലുള്ള ഒരാളെ തോൽപ്പിച്ച് വലിയ തോതിലുള്ള ഒരു സ്റ്റാച്ചർ പിടിച്ചു വാങ്ങിയതിന് ശേഷം അദ്ദേഹം അതേ മണ്ഡലത്തിൽ പോയി തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെട്ടു. അതിനുശേഷമാണ് തൃത്താലയിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഈ 2 പേരുടെയും സോഷ്യൽ മീഡിയ സോൾജിയേഴ്സാണ് യഥാർത്ഥത്തിൽ മത്സരിച്ചത്. അതോടൊപ്പം ഗ്രൗണ്ടിൽ
പല ഭാഗത്തു നിന്ന് വന്ന ആളുകളുടെ പ്രചാരണം കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഈ രണ്ടു പേർക്കും അത് ഒരുപോലെ ഉണ്ടായി എന്നതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടായി. ഗ്രൗണ്ടിലെ കാര്യം പറയുമ്പോൾ വി ടി ബൽറാമിൻ്റെ കാര്യം പ്രത്യേകമായി പറയണം എന്ന് എനിക്ക് തോന്നുന്നു. ഈ വി ടി ബൽറാം തൃത്താലയിൽ വന്ന് 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വി ടി ബൽറാമിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് കോൺഗ്രസിനുള്ളിലും ചെറിയ അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാൾ അവിടെ വന്ന് മത്സരിച്ച ആളുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കുന്നു എന്നുള്ളൊരു തോന്നൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ, അത് കോൺഗ്രസ് നേതാക്കളുടെ ബൽറാം പുറത്തുനിന്നുള്ള ആളാണല്ലേ. അതെ. അപ്പോൾ ആ ഒരു പ്രശ്നം കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അത് ചില ഘട്ടങ്ങൾ, ഇപ്പോൾ CV ബാലേന്ദ്രനെ പോലെ കോൺഗ്രസിൻ്റെ പഴയ പാലക്കാട്ടെ മുതിർന്ന നേതാക്കൾ തന്നെയും ചില കാര്യങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി വേണ്ട രീതിയിൽ സഹകരിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കുറഞ്ഞ ഭൂരിപക്ഷത്തിലുള്ള രാജേഷിൻ്റെ വിജയത്തിന് ഈ കോൺഗ്രസിനുള്ളിലുള്ള ഗ്രൂപ്പ് വടംവലികളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ കാരണമായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ശങ്കുട്ടി ദാസ് എന്ന് പറയുന്ന അന്ന് വരെ BJPയുടെ ഈ IT കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന നേതാവായിരുന്നു. അദ്ദേഹവും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും പൊതുവിലൊരു എന്താ പറയുക, ഈ 3 കാൻഡിഡേറ്റ്സും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ സ്ഥാനാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്നവരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാര്യമായി ഉപയോഗപ്പെടുത്താൻ വോട്ട് കുറയാണ് ചെയ്തത്. കഴിഞ്ഞ തവണത്തെ വോട്ടെടുത്താൽ CPIM വോട്ട് കുറയാണ് ചെയ്തത്. 45.84% വോട്ട്. അതിന് തൊട്ട് മുമ്പത്തേക്കാൾ കൂടുകയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ 45.84%, വി ടി ബൽറാമിന് 43.86, ശംഖുവിന് 8.44. അതായത് 10-ൽ നിന്ന് BJPയുടെ വോട്ട് ഷെയർ 2% കുറഞ്ഞ് 12,851 വോട്ടായി തീർന്നു. ഇതാണ് എനിക്ക് അതിലും അവിടെ ഒരു കൗതുകം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് VT രമയാണ്. VT രമയ്ക്ക് 10.29% വോട്ട് കിട്ടി. VT രമയെ അപേക്ഷിച്ച് കുറെ കൂടെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ശങ്കുട്ടി ദാസ് അവതരിപ്പിക്കപ്പെട്ടത്. സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ, BJPയുടെ IT സെല്ല്, അങ്ങനെ തുടങ്ങി വലിയ ഭയങ്കരമായ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിട്ടാണ് ശങ്കുട്ടി ദാസ് തൃത്താലയിൽ അവതരിപ്പിക്കപ്പെട്ടത്. തൃത്താലയുടെ ഒരു ഡെമോഗ്രാഫി വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് സമാഹരിക്കാൻ ശങ്കുട്ടി ദാസിന് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ശങ്കുട്ടി ദാസ് അത് MP രാജേഷിലേക്ക് പോയി എന്ന് പറയാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ആ കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറെ കൂടെ ആകർഷിക്കാൻ MP രാജേഷിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് വോട്ട് മറിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപം അന്നുണ്ടായിരുന്നു. BJPയുടെ വോട്ട് വാങ്ങിയിട്ടാണ് ജയിച്ചത് എന്നുള്ള ആക്ഷേപം ഈ തൃത്താലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ടുപുറകെ ഉണ്ടായിരുന്നു. ഞാൻ അതല്ല പറയുന്നത്. ഈ ശങ്കുട്ടി ദാസ് വന്നാൽ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രചരണം അന്നുണ്ടായിരുന്നു. പക്ഷേ VT രമ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ഏതാണ്ട് 2% വോട്ട് കുറവാണ് ശങ്കുട്ടി ദാസിന് അവിടെ പിടിക്കാൻ പറ്റിയത്. അപ്പോൾ ശങ്കുട്ടി ദാസിനെ മത്സരിപ്പിച്ചിട്ട് പോലും അവിടുത്തെ മെജോറിറ്റി വോട്ടേഴ്സിൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിലെ വോട്ടാണ്. ആ വോട്ടിനെ CPMന് സ്വന്തം ഭാഗത്തേക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്ന ഒരു തോന്നൽ കൂടിയുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും കഴിഞ്ഞ തവണ അവിടെ MP രാജേഷിന് ജയിക്കാൻ സാധിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ ഇവർ രണ്ടുപേരും മത്സരിക്കും എന്നുള്ള കാര്യം നേരത്തെ തീരുമാനമായതാണ്. VT ബൽറാമിൻ്റെ കാര്യം നേരത്തെ തീരുമാനമായതാണ്. VT ബൽറാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷവും തൃത്താല മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തനങ്ങൾ മറ്റൊരിടത്തും ഞാൻ മത്സരിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തൃത്താല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു. തൃത്താലയുടെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വാർത്തയാവുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ 5 വർഷവും VT ബൽറാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. MP രാജേഷ് ആകട്ടെ മന്ത്രി എന്നുള്ള നിലയ്ക്കും MLA എന്നുള്ള നിലയ്ക്കും കുറച്ചു കാലം സ്പീക്കർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം മെച്ചപ്പെടുത്താൻ, തൃത്താല മണ്ഡലത്തിലെ പ്രകടനം മെച്ചപ്പെടുത്താൻ വലിയ തോതിലുള്ള ശ്രമം ഈ കാലയളവിൽ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും വളരെ സംഘടിതമായിട്ട് MP രാജേഷ് നടത്തിയിരുന്നു കഴിഞ്ഞ 5 വർഷത്തിനിടെ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും വലിയ മത്സരമായിരിക്കും തൃത്താലയിൽ ഉണ്ടാവുക. രണ്ടാളുടെയും പ്രൊഫൈലിൽ കാര്യമായ വ്യത്യാസം അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായില്ല. രണ്ടുപേരും കൂടുതൽ ആക്റ്റീവായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ 5 വർഷം ചെയ്തത്. ഇതിൽ VT ബൽറാമിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് അന്വേഷിക്കാനുള്ളത്, മുന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട് VT ബൽറാമിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ സംവരണ വിരുദ്ധമായ ഒന്നാണ്, സാമൂഹിക നീതിക്കെതിരായ ഒന്നാണ് എന്നായിരുന്നു VT ബൽറാം.
അത് യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തകൻ സാധാരണഗതിയിൽ അങ്ങനെ വോക്കലായിട്ട് അത് പറയാറില്ല. അവരക്കാര്യത്തിൽ മൗനം പാലിച്ചു പോവുകയാണ് ചെയ്യുക. പക്ഷേ വി ടി ബൽറാം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അത് തുറന്നു പറയുകയും അത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. അത്തരം കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? അതൊന്നുണ്ട്, ഈ പറയുന്ന മുന്നാക്ക സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അതോടൊപ്പം വി ടി ബൽറാം എടുക്കുന്ന മറ്റ് ചില നിലപാടുകളും അത് വളരെ പുരോഗമനപരവും സാമൂഹ്യനീതിയുടെ പക്ഷത്തു നിന്നുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇപ്പോൾ മൈനോറിറ്റി ഇഷ്യൂസിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുണ്ട്. വളരെ കർശനമായിട്ടുള്ള നിലപാടാണ് വി ടി ബൽറാം അത്തരം വിഷയങ്ങളിലൊക്കെ എടുക്കാറ്. ഇപ്പോൾ ഗോസംരക്ഷകരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലയുടെ കാര്യത്തിൽ ഇതിലൊക്കെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് വി ടി ബൽറാം എടുത്തു വരാറ്. സാധാരണഗതിക്ക് കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിന്നോ കോൺഗ്രസിൻ്റെ ഈ നിലയിലുള്ള നേതാക്കളിൽ നിന്നോ ഉണ്ടാകാറില്ലാത്ത വിധത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് വി ടി ബൽറാം ഈ വിഷയങ്ങളിലൊക്കെ എടുക്കാറുണ്ട്. ഈ മുന്നോക്ക സംവരണത്തിൻ്റെ കാര്യത്തിലും അതേ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഇത് ഈ മുന്നോക്ക സംവരണത്തിൽ എടുക്കുന്ന നിലപാട് തൃത്താലയിൽ ഓഫ് കോഴ്സ് തൃത്താല മണ്ഡലത്തിൽ മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുണ്ട്. ഏതാണ്ട് ഒരു 15%, 15 മുതൽ 20% വോട്ട് അത് വരും, അത് ഡെഫിനറ്റാണ്. പക്ഷേ അതേസമയം തന്നെ അവിടെ ഈ പറയുന്ന സാമൂഹ്യനീതിയുടെ ഭാഗമായ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചു വരുന്ന മറ്റ് ഹിന്ദു വിഭാഗത്തിലെ വോട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതിനേക്കാൾ ഉപരി ഈ ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ഇപ്പോൾ ഉള്ള ഭരണകൂടം, ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എടുക്കുന്ന നിലപാടുകളോടും അദ്ദേഹം കലഹിക്കുന്നുണ്ട്. ഈ കോമ്പിനേഷൻ വരുമ്പോൾ പൊതുവിൽ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ഒരാളായിട്ട് ഈ വി ടി ബൽറാമിനെ ചിത്രീകരിക്കാനുള്ളൊരു സാധ്യത അത് വളരെ എളുപ്പത്തിൽ സാധിക്കും. അത് ബി ജെ പി ആയിരിക്കും ചിലപ്പോൾ അത് ചിത്രീകരിക്കുക. CPM വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിന് പോയി എന്ന് വരില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം ഒരു പക്ഷേ നിലപാടുകളുടെ കാര്യത്തിൽ MP രാജേഷിനും യഥാർത്ഥത്തിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയ ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അതിൽ തർക്കവും രാജേഷും അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ഏതെങ്കിലും രീതിയിൽ അത് ഒരു പ്രോസ്പെക്റ്റിനെ വി ടി ബൽറാമിന്റെ പ്രോസ്പെക്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രോസ്പെക്റ്റിനെ ചെറിയൊരളവിൽ ഒരു പക്ഷേ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുമോ വേറെ ഏതെങ്കിലും രീതിയിൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ ഡെമോഗ്രാഫി നോക്കുകയാണെങ്കിൽ മുസ്ലിം വോട്ട് ചെറുതല്ലാത്ത വിധത്തിൽ ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ ആ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് വെർട്ടിക്കലി സ്പ്ലിറ്റായി നിൽക്കുന്ന വോട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് CPM-നും UDF-നും ഒരുപോലെ അതിൽ സ്റ്റേക്കുണ്ട്. അപ്പം അതിൽ നിന്ന് വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം, മുസ്ലിം വോട്ടുകൾ ഏതാണ്ട് പൂർണ്ണമായി LDF-ന് അനുകൂലമായിട്ട് ഏകീകരിക്കപ്പെടുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു പൊതുവിൽ. ഇപ്പോൾ പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂരത്തെ പല മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം LDF-ന് അനുകൂലമായിട്ടുണ്ടായി എന്നൊരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ ആനുകൂല്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിന് കിട്ടിയിട്ടുണ്ടാകാം. ആ ആനുകൂല്യം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിന് കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് വിചാരിച്ച് മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് UDF-ലേക്ക് പോകും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കൃത്യമായി ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന ആ വോട്ടിൽ കുറച്ചും കൂടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MP രാജേഷിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടാകും. അത് ആ അന്തരീക്ഷത്തിൻ്റെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൻ്റെ ഒരു ആനുകൂല്യമായിരുന്നു അത്. ആ വോട്ടുകൾ ഇത്തവണ MP രാജേഷിന് കിട്ടാൻ സാധ്യതയില്ല. അത് UDF-ലേക്ക് തന്നെ മടങ്ങിപ്പോകാനാണ് സാധ്യത. ആ നിലയ്ക്കൂടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ പൊന്നാനി മണ്ഡലത്തിന്റെ ഭാഗമാണ് അബ്ദുസ്സമദ് സമദാനിയായിരുന്നു സ്ഥാനാർത്ഥി. വലിയ ഭൂരിപക്ഷത്തിലാണ് സമദാനി നേടിയത് അവിടെ. അതാണ് തൊട്ട് മുമ്പ് നടന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആ മേഖലയിൽ UDF നേട്ടമുണ്ടാക്കി എന്നാണ് കണക്കാക്കുന്നത്. UDF നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്തുകളുടെ കണക്കെടുക്കാൻ, അതായത് നേടിയ പഞ്ചായത്തുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് 2020 നേടിയ പഞ്ചായത്തുകളുമായിട്ട് വലിയ വ്യത്യാസമില്ല UDF-നും LDF-നും. ഒരു പഞ്ചായത്ത് UDF പിടിച്ചെടുത്തപ്പോൾ ഒരു പഞ്ചായത്ത് LDF പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തോ ആണ്, ചെറിയ മാറ്റമേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയൊരു മേൽക്കൈ UDF-ന് തൃത്താലയിലുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും മേൽക്കൈ UDF-നുണ്ട്. വലിയ മേൽക്കൈയല്ല, മേൽക്കൈ UDF-നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കൂടെ നോക്കുകയാണെങ്കിൽ 2021 രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്, തൃത്താലയിലുമുള്ളത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ അഡ്വാൻറ്റേജ് ഉണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുക, ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ കാറ്റ് വീശാനുണ്ട്. അതേസമയം MP രാജേഷ് എന്ന് പറയുന്ന MLA മന്ത്രി മണ്ഡലത്തിൽ ജനങ്ങളോട് ഇടപഴകിയതിൻ്റെയും മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെയും കണക്ക് നിരത്താൻ LDF-ന് സാധിക്കുകയും ചെയ്യും. മന്ത്രിയായതിന് ശേഷവും മണ്ഡലത്തിൽ വലിയ തോതിൽ ഇൻവോൾവ് ചെയ്യാൻ MP രാജേഷ് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത്. വെച്ചാൽ അത് വളരെ കാൽക്കുലേറ്റഡ് ആണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതേ മത്സരം വരും എന്ന് MP രാജേഷിനും അറിയാം, വി ടി ബൽറാമിന് അറിയാവുന്നത് പോലെ തന്നെ MP രാജേഷിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് MP രാജേഷ് വളരെ കൃത്യമായി തന്നെ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു കോൺടെസ്റ്റ് ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്.
കൺഫ്യൂഷനുള്ള കാര്യം, ഇപ്പോൾ ശങ്കുട്ടിദാസ് അവിടെ മത്സരിക്കുന്നില്ല ഇത്തവണ. ശങ്കുട്ടിദാസ് ഇത്തവണ ഷൊർണൂർ മണ്ഡലത്തിലാണ് BJP കാൻഡിഡേറ്റ് ആക്കിയിരിക്കുന്നത്. BJPയുടെ കാൻഡിഡേറ്റ് അവിടെ ആരായിരിക്കും വരിക എന്നുള്ളതിലൊരു കൗതുകം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൂടെ വന്നാലാണെങ്കിലും ഇതിൻ്റെ കുറച്ചുകൂടെ വ്യക്തമായ ചിത്രം വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്, എന്തായാലും നിയമസഭയിൽ ആർക്കായിരിക്കും ഭൂരിപക്ഷം എന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാകുന്ന 20 മണ്ഡലങ്ങൾ, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലെ ആദ്യത്തെ മണ്ഡലമായിരുന്നു തൃത്താല. മറ്റു മണ്ഡലങ്ങളുമായി ഇനി അടുത്ത എപ്പിസോഡുകളിൽ കാണാം.